അപ്പോൾ നമുക്ക് മട്ടൻ പെരളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ മട്ടൻ എപ്പോഴും ചുമന്നുള്ളി ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ്. അത് കാരണം ഞാനൊരു 20 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു നുള്ള് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല അരോമയും കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യം അതിലേക്ക് ഇടുന്നത്. അത് അടിയിലേക്ക് പിടിക്കത്തുമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക്, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക് നമുക്ക് അതിലേക്കിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായി വഴറ്റി കൊടുക്കാം. നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. അതും അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാളയും 20 ചുമന്നുള്ളിയും അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ മട്ടനെ ഒന്ന് വേവിച്ചെടുക്കാം. മട്ടൻ 1/2 കിലോ മട്ടൻ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെപ്പറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് 4 വിസിൽ വരുന്നിടം വരെ ഞാനതിനെ വേവിച്ചെടുത്തു. നമ്മുടെ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര ഇളന്ന മട്ടനാണ് കിട്ടുന്നത്. അപ്പം 4 വിസിലൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിന് നന്നായിട്ട് വഴന്നു വരട്ടെ. ഇനി നമുക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റിയെടുക്കണം. നമ്മൾ മട്ടൻ പെരളനാണല്ലോ ഉണ്ടാക്കുന്നത്. കറിയാണെങ്കിൽ നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഗരം മസാല ഇട്ടെടുത്ത് നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നന്നായി കുറുക്കി എടുക്കുന്നുണ്ട്. പെരളനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 10 കാഷ്യൂ നട്ട്സ് പൊടിച്ചെടുത്തത് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുന്നത് മട്ടൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്തത് കാരണം ഇത് അടിക്ക് പിടിക്കില്ല. അല്ലാത്ത പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ മട്ടൻ പെരളൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ഒരു പച്ചമുളക് കീറിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മട്ടൻ പെരളന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഗാർണിഷ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മട്ടൻ പെരളൻ്റെ ഒരു വേറിട്ട രുചി അതിലേക്ക് വരുന്നത്. അതുപോലെ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യുമ്പോഴും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർന്നെടുക്കാം.